പരിപ്പോടെയും തരാനല്ലേ ഇത്രയും നന്ദി കാണിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് വരാത്ത എന്ത്? ഇനിയും വരാത്തത് എന്ത്? ഇറങ്ങി വാ ഗൈസ്. 15 minutes ആയി. വീഡിയോ ലോങ് ആയ എനിക്ക് പണിയാ, അറിയാലോ. ഇറങ്ങി വാ മച്ചി. ഞാൻ നല്ല രീതിക്ക് പറയും, ഒന്ന് ഇറങ്ങി പോയി. എന്തു ഗൈസ് ദേ തൂങ്ങി കളിക്കുന്നു. ഗ്ലിച്ചടിച്ച് പോകാതിരുന്നാൽ കൊള്ളാം. പോയാൽ പിന്നെ അറിയാലോ നമ്മളെ തീർന്നു. അമ്മച്ചി ഒന്ന് വാ ഒന്നമ്മച്ചി. ഗൈസ് എന്ത് കഷ്ടം, എനിക്ക് കയറിച്ചെന്ന് അടിക്കേണ്ടി വരും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മച്ചി ഇങ്ങോട്ട് പറഞ്ഞാൽ അടിച്ച് കിട്ടും നമുക്ക്. അമ്മച്ചി ഒന്നമ്മച്ചി ഇപ്പുറത്തുമില്ല, നന്നായിട്ടുണ്ട്. അമ്പട ഉളുഫ് ഇവിടെ ഉണ്ടായിരുന്ന ഇനി വരാത്ത എന്തായിരുന്നു? ഞാൻ നേരത്തെ വന്നെങ്കിൽ തന്നേനവല്ലോ. അത് തന്നെ, അങ്ങനെ വഴിക്ക് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് പോയി മണ്ടയ്ക്ക് സെർച്ച് ചെയ്തിട്ട് വരാം. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് നമുക്ക് സ്പീഡിന് പോയി മണ്ടയ്ക്കെല്ലാം സെർച്ച് ചെയ്തിട്ട് വരാം. ഇവിടെ എന്തുണ്ട്? എൻജിൻ പാർട്ടുണ്ട്, നമുക്കതിപ്പോൾ ആവശ്യമില്ല. ഒന്നുമില്ല. ഷെറ്റ്. ഇപ്പോൾ ഗൈസ് നമുക്ക് ബുക്ക് വയ്ക്കാനുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇത് ഓണാക്കിയിട്ടേക്കാം. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് ഹാമർ ചിലപ്പോൾ മറ്റേ ബ്രിഡ്ജ് ക്രാങ്ക് വെച്ച് എടുക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്കൊന്ന് അപ്പുറത്തോട്ട് പോയിട്ട് വരാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് പോവാം. അവിടെ ആണല്ലോ കളികളിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ക്രോസ് ബോ ഒന്ന് ഇരിക്കട്ടെ. അമ്മച്ചീനെ എങ്ങാനും കാണണമെങ്കിൽ ഒന്ന് അടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അടിക്കണ്ടേ ഫ്രണ്ട്സ്, അതിനാണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ ഇനി നമുക്ക് എവിടെയാണ് പോകാനുള്ളത്? നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇരിക്കുക. എനിക്കൊരു ഉറപ്പ് വരട്ടെ അമ്മച്ചീനെ ഒന്ന് പൂശിയെന്ന്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല അമ്മച്ചിയുടെ കാര്യത്തിൽ. നമുക്ക് ബുള്ളറ്റ് ഇപ്പോൾ ലോഡ് ചെയ്യുന്നില്ല, നമുക്ക് 1 minute മതി. ജസ്റ്റ് ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് അടിച്ചിടാനാണ്. അമ്മച്ചി ഇപ്പോൾ ഏകദേശം വന്ന് കാണും. നമുക്ക് ഈ സാധനം വെച്ച് തന്നെ ഇവിടെ അമ്മച്ചീനെ വിളിക്കാം. ഗൈസ് ഇനി നമുക്ക് സമയം കറക്റ്റ് നോക്കണം. സമയം നമുക്കിവിടെ റെക്കോർഡിങ്ങിൻ്റെ സമയം കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എത്ര മിനിറ്റ് ആയി നോക്കട്ടെ. 20 minute ആയോ? 20 minute ഇപ്പോൾ ആകും. ഗൈസ് നമുക്ക് എന്തായാലും അമ്മച്ചിയുടെ അടുത്തുനിന്ന് എസ്കേപ്പ് ആയാൽ പറ്റും. അതാണ് ഞാനിങ്ങനെ അമ്മച്ചീനെ വിളിച്ചു വരുത്തി അടിച്ച് കളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിന്ന് എസ്കേപ്പ് ആയല്ലേ പറ്റൂ. ഇപ്പുറത്തോട്ടം വന്നോ? ഇവിടാണീ വന്നില്ല. അമ്മച്ചി വാ. ചായം പരിപ്പോടേം വേണ്ടേ? പരിപ്പോടെ സ്പെഷ്യലായി ഇന്ന്. വന്നിറങ്ങി. ഇത് തട്ടിയിടണോ? അതും തട്ടിയിടാം. ഇതൊക്കെ തട്ടിയിടാനല്ലേ വെച്ചിരിക്കുന്നത്. അതിനല്ലേ അമ്മച്ചി ഇവിടെ ഉള്ളത്. അന്ന് നോക്ക്, ഞാൻ തട്ടിയിട്ട സൗണ്ട് കേട്ടില്ലേ? എന്തോ അമ്മച്ചി വന്നില്ലേ ഇതുവരെയായിട്ടും? ചിലപ്പോൾ അമ്മച്ചിക്ക് പുറത്തുനിന്ന് ഇറങ്ങി വരണ്ടേ, കാല് വയ്യാത്തയല്ലേ. പോവാം. പക്ഷെ പാവം. അയ്യോ ഗൈസ്, ഞാൻ കുഴഞ്ഞ് ഇവിടെ ഇരുന്ന്. ഞാൻ മിക്കവാറും ഇപ്പോൾ പുറത്തോട്ടിറങ്ങിപ്പോയി അടി മേടിക്കും. ഗൈസ് നമുക്കൊരു മാസ്റ്റർ കീ വേണം. അതൊക്കെ എവിടാന്ന് അറിയത്തില്ല. നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന അനുസരിച്ചിരിക്കും ഇനി. ഇപ്പോഴാണോ വന്ന അമ്മച്ചി? ഇത്ര നേരം എന്തായിരുന്നു വരാഞ്ഞ്? ഞാൻ വിഷമിച്ചു പോയില്ലേ കാണാഞ്ഞിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, 2 minutes ആണ്. 19. നമുക്ക് 21 ഇവിടെ തിരിച്ചെത്തണം. 21 ഇവിടെ തിരിച്ചെത്തണം. ഓർത്തോണം, നമുക്ക് 21 ഇവിടെ തിരിച്ചെത്തണം. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ പോയി സ്ക്രൂ ഡ്രൈവർ തട്ടിയിടണം. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് തട്ടിയിടാം. ഫ്രണ്ട്സ് നമ്മൾ മറന്നുപോയി. കുറച്ചൊന്ന് മാറ്റി വെച്ചാലേ. ഗൈസ് 20 ഇനി നമുക്ക് സമയം കുറവാണ്. ഗൈസ് ഇത് നമ്മൾ എടുത്തില്ല, എന്ത് കഷ്ടമാണ് ഗൈസ്. നമ്മൾ കിടന്ന് തുഴയുക അതിൻ്റെ പുറകെ. ഗൈസ് ഇപ്പോൾ 21 ആകും.
ഓക്കെ, അത് തന്നെ. ഗുഡ് ഗുഡ് ഗുഡ്. ഗൈസ്, ഇവിടെ നിന്ന് നമ്മൾ ചാകും മിക്കവാറും. ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 21 കാണും. ഗൈസ്, ഞാൻ ചെറുതായിട്ടൊരു റിസ്ക് എടുക്കാൻ പോവാണ്. ഗൈസ്, നമ്മൾ ചെറിയൊരു റിസ്ക് എടുത്ത് അതെടുത്ത് ഞങ്ങൾക്ക് ഇവിടെ വരാം. ഗ്രാനി അവിടെ വരും. ഓ, പാഡ്ലോക്ക് ഇത് വേണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വേണമെന്നാണ് തോന്നുന്നത്. കാർ എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ ഇതും ആയിട്ടുണ്ട്. എല്ലാമല്ല, ഇനി നമുക്ക് ബാറ്ററി വേണം, പിന്നെ വ്രഞ്ചും വേണം. ഇത്രയും മതി. അല്ല, പിന്നെ മറ്റേ പ്ലഗ് ഉണ്ടല്ലോ, അത് വേണം, സ്പാർക്ക് പ്ലഗ്. ചിലപ്പോഴേ ഇന്ന് എനിക്ക് സ്പൈഡർ അമ്മച്ചി എടുത്തൊരു ഇച്ചിരി ഇതുണ്ട്. കാരണം അമ്മച്ചി കുറച്ച് സീനാണ്. ഈ നമ്മുടെ അമ്മച്ചി എന്താ വരാത്തെ? പോലും കിട്ടി. വാ അമ്മച്ചി, ഞാൻ കാത്തിരിക്കുമായിരുന്നു. എവിടെ പോയിരുന്നു? ഞാൻ വിഷമിച്ചു പോയി. എന്തുവാ അമ്മച്ചി ഇങ്ങനൊക്കെയാണോ? അത് തന്നെ വീട്. ഞാൻ പോയി നോക്കട്ടെ അമ്മച്ചി. സമയം എത്രയായി അമ്മച്ചി? ഗൈസ്, 22. അപ്പോൾ നമ്മൾ 24 ആകുമ്പോൾ ഇവിടെ തിരിച്ചെത്തണം. ഫ്രണ്ട്സ്, ഇവിടെ വേണ്ടത് പാഡ്ലോക്ക്. നമുക്ക് പാഡ്ലോക്ക് എടുക്കാം. പാഡ്ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേത് അവിടെയും കട്ട് ചെയ്യണമെങ്കിൽ ഈ സംതിങ് ആണ് വേണ്ടത്. ഓക്കെ, നമുക്കിനി ഇവിടെ ഹാമർ പിന്നെ മാസ്റ്റർ കീ, ഇത് രണ്ടും മതി. ഓക്കെ, നമുക്ക് ബേർഡ് സീഡ് ഉണ്ട്, അത് നമുക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. 4 ആകുമോ? 59 259 ഇതൊക്കെ 22 59. നമുക്കൊന്ന് റിസ്ക് ഒന്ന് എടുക്കാം, കുറച്ചെടുക്കാം, ഒത്തിരി എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരണം. തിരിച്ച് താഴെയാണ് ചെല്ലണ്ടേ. സമയം എന്തായി? ഓക്കെ, 23 ആയിട്ടുണ്ട്. 23 സംതിങ് ആയി. പെട്ടെന്ന് പോകണം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, 23 ഇപ്പോഴും ആയിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? നമുക്കിനി അവിടുത്തെ ഒരെണ്ണം വേണം. അത് എവിടെ കിട്ടും ഗൈസ്? ഇനി നമുക്ക് സ്ഥലങ്ങളുണ്ടോയെന്ന് തോന്നുന്നു. എനിക്ക് നോക്കണം എവിടെയെങ്കിലുമൊക്കെ. നമുക്ക് മറ്റേ ബുക്ക് കിട്ടിയല്ലോ, അതെടുക്കണം. പിന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇവിടെ ഉണ്ടെന്ന്. അടുക്കളയില്ല, പുറത്ത് നമ്മൾ നോക്കിയപ്പോഴും ഇല്ലായിരുന്നു. അവിടെ എൻജിൻ പാർട്ടും കണ്ടേ. സമയമായല്ലോ, അമ്മച്ചി വന്ന് കാണും. നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് പുറത്താണ് ഈ കോഗ് വീലും കൊണ്ടുപോകേണ്ടത്. ഗൈസ്, ടൈം ലോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ½ ആൻ അവറെങ്കിലും വീഡിയോ എടുക്കേണ്ടി വരും മിക്കവാറും. ½ ആൻ അവർ കൂടുതൽ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം അമ്മച്ചി വരാത്ത എന്താ? അമ്മച്ചി, അമ്മച്ചി വാ അമ്മച്ചി, ചായ പരിപാടി തരട്ടെ. വന്നല്ലോ. അതാണ് വിളിപ്പുറത്ത് വരണം. അതാണ് നമ്മുടെ അമ്മച്ചി. ഓക്കെ, നമുക്കിപ്പോൾ ഇത് പെട്ടെന്ന് കൊണ്ടുവയ്ക്കാം. ഒക്കെ 2 മിനിറ്റ്സ്. ഇപ്പോൾ എത്രയായി? 25. നമുക്ക് 27 ആകുമ്പോൾ, ഞാൻ വിചാരിച്ചു ഞാൻ ഗ്ലിച്ചഡായി പോയിരുന്നു. 27 ആകുമ്പോൾ ഇവിടെ എത്തണം. ഓടിക്കോ ഫ്രണ്ട്സ്. നമുക്ക് 27 ആകുമ്പോൾ ഇവിടെ എത്തണം. നമുക്ക് ഒരു കോഗ് വീല് കിട്ടി. ഇനി നമ്മൾ മറ്റേടത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കോഗ് വീല് കിട്ടും.
ഫ്രണ്ട്സ് നമുക്ക് മെലം കിട്ടിയില്ല. നമുക്ക് മിക്കവാറും അമ്മച്ചി എടുത്ത് പോയിട്ട് വരും. നമ്മുടെ മറ്റേ അമ്മച്ചിയില്ലേ, ഇത് പ്ലേ ഹൗസിൻ്റെ കീഴിൽ. ഇവിടെ എൻജിൻ പാട്ടം കണ്ടോ ഇല്ലേ, ഇവിടെ അല്ലേ, അപ്പുറത്തും കണ്ടോ തോന്നുന്നു. ഇത്രയായി 26 ഓക്കെ. നമുക്ക് കുറച്ച് സമയമുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇത് കിടപ്പുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബുക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? 26, 17. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബുക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റുമോയെന്ന്. റിസ്ക് എടുക്കണ്ട, നമുക്ക് ബുക്ക് എടുത്തോണ്ട് വരാം. അത് മാത്രം നമുക്കൊന്ന് ചെയ്യാം. ഗൈസ്, അമ്മച്ചി വന്ന് കാണും. 26, 46 ആയുള്ളൂ. സമയം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അമ്മച്ചീനെ വിളിക്കാം ഇങ്ങോട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ഈ തോക്കൊന്ന് ലോഡ് ചെയ്തിട്ട് വരാമെന്നാണ്. അതാകുമ്പോൾ ഒരു 1/2 മിനിറ്റ് കൂടുതൽ നമുക്ക് അമ്മച്ചീനെ പൂശാൻ പറ്റും. അയ്യോ ഗൈസ് പണിയായി. ഇതെനിക്ക് കിട്ടും. അമ്മച്ചി ഇപ്പം ഇങ്ങോട്ട് വരും. ഓടിക്കോ. അമ്മച്ചി ഇപ്പം എന്തായാലും താഴോട്ട് വരും. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചേക്കാം. വന്നോ അമ്മച്ചി? അത് തന്നെ അമ്മച്ചി, വാ. അമ്മച്ചി കുറച്ച് മാറി കിടക്കമ്മച്ചി. ബാത്റൂമിൽ വല്ലതും ഉണ്ട്? എന്തെങ്കിലും കാണണേ? ആ, ഒന്നുമില്ല. ഒരു ഫോട്ടോ ഉണ്ട്. ആർക്ക് വേണം നിങ്ങളുടെ ഫോട്ടോ? ഏതാ വഴി? ഓ, ഇതായിരുന്നില്ലേ വഴി? ഗൈസ്, നമ്മൾ ടൈം നോക്കിയില്ല, നമുക്ക് പെട്ടെന്ന് ചെല്ലണം. അതുകൊണ്ട് ഇവിടെ അല്ലേ, ഇത് തുറന്നായിരുന്നല്ലേ. ഇവിടാണ് ഗൈസ് എൻജിൻ പാർട്ട്. നമുക്ക് അമ്മച്ചീനെ ഇവിടെ വെച്ചിട്ട് പോവാം. എന്തായാലും താഴോട്ടും ഇല്ല. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൊണ്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഇത് എടുത്തിട്ട് വരാം. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടേ? ബാറ്ററി, എൻജിൻ പാർട്ട്, സ്പാർക്ക് പ്ലഗ്, വ്രിഞ്ച്, പിന്നെ പാഡ്ലോക്ക്, പിന്നെ കാർ കീ, പിന്നെ ഗ്യാസ് ഓയിലും നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഒന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഹാമറുള്ള സ്ഥലം എനിക്ക് ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഒരു സാധനം വേണം, അത് കിട്ടിയില്ല എനിക്ക് ഇപ്രാവശ്യം. ഗൈസ്, ഇനി എനിക്ക് കോഗ് വീല് കിട്ടുന്നൊരു സ്ഥലം അറിയാം. അവിടെ നിന്ന് ചിലപ്പോൾ മാസ്റ്റർ കീ കിട്ടും. നമുക്ക് പ്ലേ ഹൗസിൻ്റെ അകത്തുനിന്നില്ലേ, ഗൈസ് ഇപ്പം നമ്മുടെ 1/2 hour ആകും. അമ്മച്ചി വരുന്ന സൗണ്ട് ആണോ ഞാൻ കേട്ടെ? അല്ല, ഞാനിത് എടുക്കുന്നതിൻ്റെ സൗണ്ടാണ്. എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് വാ. 30 ഇനിയെങ്കിലും വാ. സമയമായില്ലേ അമ്മച്ചി? അമ്മച്ചി ഗൈസ്, നിങ്ങൾ വീഡിയോ കാണാൻ നേരത്തെ നിങ്ങൾക്ക് വേണം കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം. നിങ്ങൾക്ക് വേണ്ടത്രയും വെച്ച് കണ്ടാൽ മതി. ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്നും പറയത്തില്ല. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ.